സർ 260 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു അപകടമായിരുന്നു എയർ ഇന്ത്യ അപകടം. ഇപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഫ്യൂവൽ സ്വിച്ചുകൾ ഓഫായി കിടന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാവാൻ കാരണം. ഇതിൽ മറ്റെന്തെങ്കിലും അട്ടിമറിയുണ്ടോ? ഇത് ഇങ്ങനെ ഓഫാവാൻ കാരണം എന്താണ് ഈ ഫ്യൂവൽ സ്വിച്ച്? ഇതിപ്പം അപകടം നടന്നിട്ട് 1 മാസം പിന്നിടുമ്പോഴാണ് ഈ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനകത്ത് സാധാരണ ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന തരത്തിലുള്ള പതിവ് വർത്തമാനങ്ങളാണ് ഇത്രയും നാൾ തുടർന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിനെ മുഴുവൻ അതെല്ലാം വെറും വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. അതായത് വലിയ ഒരു വൻ അട്ടിമറിയാ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളത് എന്നാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. അതെ, നമുക്ക് ആർക്കാണെങ്കിലും അത് മനസ്സിലാകും. കാരണം പെട്ടെന്ന് തട്ടിയാൽ പോകുന്നതല്ല ഈ ഫ്യൂവൽ സ്വിച്ചുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സാറും ഡ്രൈവ് ചെയ്യാറുണ്ട്, ഞാനും ഡ്രൈവ് ചെയ്യുന്നു, നമുക്കറിയാം ഗിയർ ചേഞ്ച് അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിൽ തഴക്കവും പഴക്കവും വന്ന ഒരു ഡ്രൈവർക്ക് ഉണ്ടാവുന്നതാണ്. ഫുൾ ഇത് ഒരു പക്ഷേ കണ്ണടച്ചിരുന്നാൽ പോലും നമുക്ക് അറിയാം ഇത് ഇന്ന ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഇട്ട് ബ്രേക്ക് ചവിട്ടണം, ആക്സിലേറ്റർ. ഇത് ഡെയിലി ഒരു നല്ലൊരു ഡ്രൈവറാണ്, ഡ്രൈവിംഗ് പണി മാത്രമുള്ളവരാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരിക്കലും ഒരു പൈലറ്റോ മെയിൻ ആളോ ഇത്തരത്തിലുള്ള ഫ്യൂൽ സ്വിച്ച് ഓഫാക്കിക്കൊണ്ട് അവരെന്തായാലും ഫ്ലൈറ്റ് പറത്തില്ല. അത് നമുക്ക് കോമൺ സെൻസ് ഉള്ള ആർക്ക് വേണമെങ്കിൽ അത് ചിന്തിക്കാം. ഇപ്പോൾ അതിൻ്റെ അവസാനം ഈ ഒരു ബ്ലാക്ക് ബോക്സിൽ നിന്ന് വരുന്ന വിവരം അനുസരിച്ച് ഒരു പൈലറ്റ്, ഏത് പൈലറ്റാണെന്ന് അറിഞ്ഞൂടാ, അതിൽ ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് ഇതാരാണ് ഈ ഫ്യൂൽ സ്വിച്ച് ഓഫ് ആക്കിയത്. അന്നേരം മറ്റേ ആൾ പറയുന്നുണ്ട് എനിക്കറിയില്ല. അപ്പോൾ 2 വ്യക്തികൾക്കും അറിയില്ല, ഒരു പൈലറ്റുമാർക്ക് 2 പേർക്കും അറിയില്ല ഈ ഫ്യൂൽ സ്വിച്ച് എങ്ങനെ ഓഫ് ആക്കിയെന്നുള്ള സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഈ 2 പൈലറ്റുമാർക്കും അറിയാതെ ഇതെങ്ങനെയാണ് ഓഫ് ആവുന്നത്. ഫ്യൂൽ സ്വിച്ച് എന്ന് വെച്ചാൽ അവർ ഫ്ലൈറ്റ് അതായത് നമുക്ക് അതിൻ്റെ സാങ്കേതിക കാര്യങ്ങളൊന്നും അറിഞ്ഞൂടെങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു കാർ നമ്മൾ പ്രവർത്തിക്കുകയാണ്, അതിൻ്റെ ഫസ്റ്റ് ഗിയർ ഇട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴാണല്ലോ കാർ പ്രവർത്തിക്കുക. ഇത്തരത്തിൽ ഒരു ഫ്ലൈറ്റ് ആണെങ്കിലും അതിന് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വേണ്ടുന്ന സാങ്കേതിക കാര്യങ്ങളെല്ലാം നോക്കി ചെക്ക് ചെയ്തിട്ടായിരിക്കും. കാരണം ഇത് ആകാശത്തോടെ പോകുന്ന എത്രയോ പേരുള്ള ഇത് 8-16 മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടുന്ന ഒരു ഫ്ലൈറ്റാണ്. ഇതും സാധാരണ ഇവിടുന്ന് ബോംബെയോ അല്ലെങ്കിൽ കോഴിക്കോടോ കണ്ണൂരോ പോകുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്തായാലും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതായത് വളരെയധികം എത്ര 8000 കിലോമീറ്റർ കണ്ടാണ് അതിൽ മെയിൻ പൈലറ്റ് ഓടിച്ചിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒന്നല്ല കോ പൈലറ്റ് ഉണ്ട്, 2 പൈലറ്റുമാരുള്ളിടത്താണ് ഇങ്ങനെ ഒരു ഇത് മാനുവലി തകരാറുണ്ടാവാൻ സാധ്യതയില്ല. അവിടെയാണ് അട്ടിമറി ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. കാരണം പ്രത്യേകിച്ച് ഫ്യൂൽ സ്വിച്ച് അവർ നോക്കും, അത് പെട്ടെന്ന് തട്ടിയാലൊന്നും പോകുന്ന ഫ്യൂൽ സ്വിച്ചും അല്ല. പക്ഷെ ഇവർ പിന്നീട് സ്വിച്ച് ഓണാക്കി ഫസ്റ്റ് എൻജിൻ പ്രവർത്തിച്ചു. പക്ഷേ സെക്കൻഡ് എൻജിനും പെട്ടെന്ന് അത് സെക്കൻഡുകൾ കൊണ്ട് പ്രവർത്തന ക്ഷമത അല്ലെങ്കിൽ പ്രവർത്തനം കൈവരിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ള, അങ്ങനെയാണ് അത് ചെന്ന് ഇടിച്ച് വീണത്. അപ്പോൾ ഈ ഫ്യൂവൽ സ്വിച്ചിൽ ഈ 2 പൈലറ്റുമാരും ഈ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആക്കിയതായിട്ട് അവർ പറയുന്നില്ല. അവിടെ തന്നെ വലിയ ഒരു അട്ടിമറിയാണ് നമുക്കവിടെ കാണുന്നത്. കാരണം ഫ്യൂവൽ സ്വിച്ചുകൾ ഒരിക്കലും എങ്ങനെയാണ് പ്രവർത്തനം നിർത്തിയത് എന്നുള്ളതാണ് ഇനി അത് കാരണം അതിപ്പോൾ പറയാൻ വേണ്ടിയിട്ട് വേറെ സാക്ഷികളൊന്നുമില്ല. ഒരാൾ മാത്രമാണ് അതിൽ നിന്ന് ഭാഗ്യകരമായിട്ട് രക്ഷപ്പെട്ടത്. മറ്റാരെങ്കിലും ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാണിച്ചു വെച്ചതാണോ എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം നേരത്തെ ഫ്യൂൽ സ്വിച്ചുകൾ ഓഫാക്കി വെച്ചതാണോ, ഇനി ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ആവുന്നതാണോ? കാരണം ഇത് പറയുന്നുണ്ട്, ഇത് ആദ്യത്തെ ഫ്യൂൽ സ്വിച്ച് ഇവർ വീണ്ടും ഓണാക്കി ഫസ്റ്റ് എൻജിൻ പ്രവർത്തിച്ചു, പക്ഷേ വീണ്ടും ഇത് ഓഫായി എന്നുള്ളൊരു വിവരവും കൂടെ ഈ ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മറ്റെന്തെങ്കിലും സാങ്കേതിക തകരാറുകളാണോ അല്ലെങ്കിൽ അങ്ങനെ തകരാറുകൾ ഉണ്ടാക്കി വെച്ചതാണോ ഒന്നും നമുക്ക് ഇതിൽ ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. വിമാനത്തിൻ്റെ എൻജിനുകളിലേക്ക് ഇന്ധനം എത്തുന്നത് നിയന്ത്രിക്കാൻ ഫ്യൂവൽ സ്വിച്ചുകളിലൂടെയാണ് ഈ ഇന്ധനം എത്തുന്നത്. അതായത് ഫ്യൂവൽ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ച് ഓണാക്കുമ്പോഴാണ് വിമാനത്തിൻ്റെ എൻജിനുകളിലൂടെ ഈ
ഇന്ധനം എത്തുന്നത്. വിമാന എഞ്ചിനുകൾ പ്രവർത്തിക്കണമെങ്കിൽ ഇവ ആദ്യം ഓൺ ചെയ്യണം. എഞ്ചിൻ പ്രവർത്തനം നിർത്തണമെങ്കിൽ ഇവ ഓഫ് ചെയ്യുകയും വേണം. വിമാനം പറന്നുയർന്ന് യാത്ര തുടരുന്നതിനിടെ അടിയന്തര സാഹചര്യം വന്ന് എഞ്ചിൻ നിലച്ചാൽ ഇവ ഓഫ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഓൺ ചെയ്യും. ഇങ്ങനെ എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാറുമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് പൊങ്ങി അത് ഒരു എത്ര കിലോമീറ്റർ പരിധി കഴിഞ്ഞ് ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫ്യൂൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കാം. ഒന്നും കൂടെ ഈ എഞ്ചിനിലോട്ട് ഇന്ധനം വളരെ നല്ല വേഗത്തിൽ പുഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓഫ് ചെയ്ത് ഓൺ ആക്കാറുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഇത് ഓൾറെഡി ഓഫായി കിടന്ന ഒരു സംഗതിയാണ്. അവിടെയാണ് ഈ പ്രശ്നം വന്നത്. അവിടെയാണ് നമുക്കെല്ലാം സംശയങ്ങളും വരുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഒന്നായതിനാൽ ഒരിക്കലും ഇത് കൈതട്ടി സ്ഥാനം മാറാൻ സാധ്യതയില്ല എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ. കാരണം നമുക്കറിയാലോ എൻജിൻ പ്രവർത്തിക്കണം, ഫ്യൂൽ ആവശ്യമാണ്. നമ്മുടെ കാറിൻ്റെ കണക്കൊന്നും അത് ഈ പെട്രോളോ ഡീസലോ ഒന്നും ഇല്ലെങ്കിൽ പെതുക്കെ പോയി നിൽക്കുന്ന പരിപാടിയില്ല. ഇത് പൊങ്ങണമെങ്കിൽ അതിന് അത്രയും എഞ്ചിനിലോട്ട് ഇന്ധനം എത്തണമല്ലോ, അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് പൊങ്ങൂല. അതാണ് ഇവിടുത്തെ അപകടത്തിന് സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒരു പ്രാധാന്യം കൊടുക്കാറുണ്ട് പൈലറ്റുമാർ. അത് പെതുക്കെ ഒന്ന് കൈ തട്ടിയാലൊന്നും പോകുന്ന സാധനമല്ല അതിൻ്റെ ആ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലാണ് ഈ സ്വിച്ചുകളുടെ രൂപകൽപ്പനയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നാൽ ഇവ ഓഫാകുന്ന പക്ഷം പെട്ടെന്ന് തന്നെ എൻജിൻ പ്രവർത്തനം നിലയ്ക്കും. കാരണം ഇത് ഓഫായി കഴിഞ്ഞാൽ എൻജിൻ്റെ പ്രവർത്തനം നിലയ്ക്കും. പക്ഷേ ഇത് അങ്ങനെ നിലയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്ലൈറ്റ് ഒരു എയറിൻ്റെ ഒരു നിശ്ചിത ദൂരത്ത് എത്തിക്കഴിഞ്ഞ് ഇത്തരത്തിൽ ഓഫാക്കി ഓണാക്കിയ വലിയ പ്രശ്നമില്ല. കാരണം എയറിൻ്റെ ഒരു നിശ്ചിത ലെവലെത്തി. പക്ഷെ പറന്നുയർന്ന സമയത്ത് ഒരു കാരണവശാലും ഇത് ഓഫാക്കാൻ പറ്റില്ല. ഇത് ഓണായി തന്നെ ഇരിക്കണം, എന്നിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തോളൂ. കാരണം അത്രയും എഞ്ചിനിലോട്ട് ഇന്ധനം നിറഞ്ഞാലേ ഇത് ടേക്ക് ഓഫ് ചെയ്യാനും അതേപോലെ തന്നെ ഇത് പറന്നുയരാനുമുള്ള ഒരു ശേഷി അതിന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അതെന്തായാലും ഒരു പൈലറ്റുമാരും മറക്കത്തില്ല. അവർക്ക് അതിലൊരു തെറ്റ് സംഭവിക്കാൻ സാധ്യതയില്ല. അത് ആദ്യമേ പറയുന്നുണ്ട്, പല വാർത്തകളും പറയാം, അവർക്ക് അത്തരത്തിലുള്ള തെറ്റ് സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളത്. മാത്രമല്ല ഈ സാമാന്യ ബുദ്ധിയുള്ള അത് തന്നെയാണ് വാർത്തകളും പറയും. ഒരു പൈലറ്റും അനാവശ്യമായ ഒരു സ്വിച്ചുകളും ഇത്തരത്തിൽ കട്ട് ഓഫ് ചെയ്യില്ല എന്നുള്ളതാണ് ഈ ചില മികച്ച ഔദ്യോഗിക തലങ്ങളിലുള്ള, അതായത് നേരത്തെ ഇത്തരത്തിലുള്ള പരിചയമുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഈ പൈലറ്റുമാരും ഒക്കെ പറയുന്നത്. അങ്ങനെ ഒരിക്കലും സാധ്യത നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കും. നമ്മൾ ഡ്രൈവിങ് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇന്ധനം ഇല്ലെങ്കിൽ റോഡായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഈ ഫസ്റ്റ് ഗിയർ ഇടാണ്ട് നമ്മൾ പോകത്തില്ലല്ലോ. ബ്രേക്ക് ചവിട്ട് നമ്മളെല്ലാം ഒന്നും നോക്കില്ല, കീ ഓൺ ആക്കാതെ പോകില്ല. അപ്പോൾ ഏതൊരു ഡ്രൈവിംഗ് ജോലി അറിയാവുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കും. ഇനി ഒരു ഡ്രൈവർ മാത്രമാണ്, ഒരു ഡ്രൈവർ ജോലി ഇപ്പം നമുക്കൊക്കെ പേഴ്സണലി നമ്മൾ വണ്ടി ഓടിക്കുന്നു എന്നല്ലാതെ ഈ നിത്യാഭ്യാസമുള്ള ഡ്രൈവർമാരുണ്ടല്ലോ, അവരെന്താണ് ഫ്യൂൽ ചെക്ക് ചെയ്യും. കാരണം അവർക്ക് ലോങ് ഡ്രൈവ് ഓടാനുള്ള ബ്രേക്ക് ഉണ്ടോ എന്ന് നോക്കും. അവർ ജസ്റ്റ് എല്ലാമൊക്കെ ഒന്ന് തട്ടി നോക്കി ടയറൊക്കെ നോക്കി പഞ്ചർ ഉണ്ടോ എന്ന് നോക്കിയിട്ടൊക്കെ കയറത്തുള്ളൂ. അപ്പം ഈ പറഞ്ഞതുപോലെ എന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാൽ തന്നെ അവർ ബ്രേക്കൊക്കെ ഒന്ന് നോക്കും, ഉണ്ടോ ഇല്ലേന്നൊക്കെ നോക്കും. അതേപോലെ ഫ്യൂവലിൻ്റെ കപ്പാസിറ്റി നോക്കും. ഇനി കീ ഓൺ ആണോ, ഇനി പെട്ടെന്ന് ഇത് ഓഫാവോ, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഏതൊരു ഡ്രൈവറും കയറുന്നത്. പക്ഷേ ഒരു ഫ്ലൈറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് ഈ ഫ്യൂവൽ സ്വിച്ച് എന്ന് പറയുന്നത്. ഫ്യൂവൽ സ്വിച്ചിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു പൈലറ്റുമാരും ഒരു അശ്രദ്ധ കാണിക്കാൻ അവിടെ സാധ്യതയില്ല. അതുകൊണ്ടാണ് ആ ബ്ലാക്ക് ബോക്സിൽ നിന്ന് വന്ന റിപ്പോർട്ടിൽ, ബ്ലാക്ക് ബോക്സിൽ നിന്ന് വന്ന ആ വോയിസ് മെസ്സേജിൽ ഇത്തരത്തിൽ ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിച്ചു ആരാണ് ഇത് ഓഫാക്കിയത് എന്നുള്ളത്. ആരാണ് ഓഫാക്കിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റേ പൈലറ്റിന് എനിക്കറിയില്ല, ഞാനല്ല എന്നുള്ളിടത്ത് തന്നെ സംശയങ്ങൾ വരുന്നുണ്ട്. കാരണം NIAയുടെ അന്വേഷണങ്ങളൊക്കെ ഈയിടയ്ക്ക് നടന്നിരുന്നു. കാരണം ആ ഒരു സമയത്ത് തന്നെ പാകിസ്ഥാനിലോട്ട് നിരവധി കോൾ, ഇതൊക്കെ എത്രമാത്രം സത്യമുണ്ടെന്ന് അറിഞ്ഞൂടാ, നിരവധി കോളുകൾ പോയിരുന്നതായിട്ടും പിന്നെ ഈ പറഞ്ഞ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തിയുടെ നേർക്കുമൊക്കെ അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും ഇത് എയർ ഇന്ത്യ തമ്മിലുള്ള ഇപ്പോൾ കമൻറ്റുകളൊക്കെ വരുമ്പോൾ എയർ ഇന്ത്യയുടെ ഒരു എന്തെങ്കിലും കളികളാണോ എന്നുള്ളതും അന്വേഷണമായിട്ട് വരും. പക്ഷെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അവർ എന്തിനോടും സഹകരിക്കാൻ സന്നാഹമായിട്ടിരിക്കുകയാണ്. അവർ ഏത് അന്വേഷണത്തിനോടും സഹകരിക്കാൻ സന്നാഹമാണ്. അപ്പോൾ അത്തരത്തിൽ മറ്റെന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ, ഇനി ഈ സ്വിച്ച് എങ്ങനെ ഓഫായി, ഇത് ഓട്ടോമാറ്റിക്കലി ഓഫായതാണോ, സാങ്കേതിക തകരാറാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മനഃപൂർവ്വം ഇതിനകത്ത് ആരെങ്കിലും കയറി ഇത്തരത്തിൽ കളിച്ചതാണോ, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന എൻജിനീയേഴ്സ് ഉണ്ട്, പുറത്തുള്ള എൻജിനീയേഴ്സിനെയൊക്കെ ഒന്നുകൂടി വിശദീകരിച്ച് ചോദ്യം ചെയ്യേണ്ടതാണ്.
അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഒരിക്കലും ഫ്യൂവൽ സ്വിച്ചുകൾ ഇങ്ങനെ ഓഫ് ആവില്ല. കാരണം പ്രധാനപ്പെട്ട ഇപ്പം നമ്മൾ ഇത്രയും ദൂരം എയർ ഇന്ത്യ പറക്കുകയാണ്. അപ്പം അതിൽ ഈ ഔദ്യോഗിക അവർക്ക് ഒരു ഇതുണ്ട്, ഷീറ്റുണ്ട്. അതിനകത്ത് ഇന്നത് ചെക്ക് ചെയ്തോ എന്ന് ഓരോന്ന് ടിക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ എത്ര പേര് ഒരു സംഘമാണ് ഇതിന് വേണ്ടി ചെക്ക് ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ച് ഇത്രയും വലിയ ദൂരം സഞ്ചരിക്കുന്നതാണ്. അപ്പം അത്തരത്തിൽ അവരെയൊക്കെ ഈ അന്വേഷണ ഏജൻസി വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അപ്പോൾ അത് ഔദ്യോഗിക തലത്തിലൊക്കെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ ആരാണ് ഇപ്പോൾ ഫ്യൂവലിൻ്റെ കാര്യം ആരാണ് നോക്കിയത്, അതിൻ്റെ എൻജിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാര്യം ആരാണ് നോക്കി, ഇനി അവരെ ഒന്നുകൂടി വിളിച്ച് ചോദിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ അനാസ്ഥയാണോ, സാങ്കേതിക തകരാറാണോ, ഇനി മനഃപൂർവ്വം എന്തെങ്കിലും ഇതിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ അറിയാനിരിക്കുന്നത്. എന്തായാലും അട്ടിമറി ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു ഫ്യൂവൽ എൻജിൻ്റെ അല്ലെങ്കിൽ ഈ ഫ്യൂവൽ സ്വിച്ച് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം എൻജിൻ്റെ പ്രവർത്തനത്തിന് അത്യാവശ്യമാണ് ഫ്യൂവൽ, അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ അവിടെ തകരാറ് സംഭവിക്കുന്നത് മാനുവലി ഉണ്ടാവില്ല. അതിലെന്തോ ഒരു അട്ടിമറി ഉണ്ട് എന്നുള്ളതാണ് ഈ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.